നെല്ലിയാമ്പതിയോട് ചേർന്ന് കിടക്കുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് ആമ്പല്ലൂർ കല്ലൂരാണ്. നമ്മൾ ഒരു 6 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുതിരാൻ വഴിയാണ് പോകുന്നത്. കേരള അതിർത്തിയിലുള്ള സ്ഥലമാണെങ്കിലും നമുക്ക് തമിഴ്നാട് വഴി കൂടെ മാത്രമേ അവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടാ. നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ അത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ റോട്ടിലെല്ലാം കാണാൻ സാധിച്ചതാണ്. 2 ഭാഗത്തും ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു. അങ്ങനെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല റോട്ടിൽ. എനിക്ക് അവിടെ എത്തിയപ്പോൾ തോന്നിയത് നമ്മൾ കുറച്ചും കൂടി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു. നമ്മളൊരു 7 മണിക്കൊക്കെ അവിടെ എത്തിച്ചാൽ കുറച്ചും കൂടി മൃഗങ്ങളെ കാണാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമ്മൾ ചെന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ 11 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. 7 മണി തൊട്ട് 4 മണി വരെയാണ് അവിടേക്കുള്ള എൻട്രി. അവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് പോയാലും നമുക്ക് കുഴപ്പമില്ല. എന്നാലും രാവിലെ ആണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലുള്ള സേതുമട ചെക്ക് പോസ്റ്റാണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കടക്കേണ്ടി വരുന്നത്. ഇങ്ങനെ പോകുമ്പോൾ 2 ഭാഗത്തും ഇങ്ങനെ ചെറിയ മാവ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും എർത്ത് കമ്പികളും ഉണ്ട്. ആന ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ചെറിയ മാവാണെങ്കിലും മാവ് നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ കാർഡോ ഗൂഗിൾ പേയോ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെർ പേഴ്സണിന് 30 രൂപയും വണ്ടിക്ക് 50 രൂപയാണ് കേട്ടോ ആയത്. ഇവിടുന്ന് തരുന്ന സ്ലിപ്പ് നമ്മൾ എടുത്ത് വെക്കണം. ഇനി അതൊരു അടുത്ത ചെക്ക് പോസ്റ്റ് വരുമ്പോൾ നമ്മളത് അവിടെ കൊടുക്കേണ്ടതും നമ്മുടെ വണ്ടി നമ്പർ, ഡീറ്റെയിൽസ്, പേര്, കോൺടാക്ട് നമ്പർ അതൊക്കെ അവിടെ കൊടുക്കേണ്ടതുമാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ യാത്രയുണ്ട് കേട്ടോ പറമ്പിക്കുളത്തേക്ക്. വഴിയിലൊന്നും അങ്ങനെ വണ്ടികളോ വീടുകളോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേടിയാവും. ഇടയ്ക്ക് മാത്രം 1-2 വണ്ടികൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസ് എത്തിയിട്ടാ. ഇവിടെയും നമ്മൾക്ക് ഒരു 85 രൂപ വണ്ടിക്കും പെർ പേഴ്സൺ 30 രൂപയും ചാർജായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം കൂടിയും പോകുമ്പോൾ ഒരു കൗണ്ടറും കൂടിയും വരുന്നുണ്ട്. അത് നമ്മൾ ജംഗിൾ സഫാരി പോകണമെങ്കിൽ നമുക്ക് പേ ചെയ്യാനുള്ള കൗണ്ടറാണ്. അവിടെ പെർ പേഴ്സൺ വരുന്നത് 250 രൂപയാണ്. നമ്മുടെ വണ്ടിയിലാണ് പോകുന്നതെങ്കിലുള്ള ചാർജാണ് കേട്ടോ ഇത്. നമ്മുടെ വണ്ടിയിൽ പോകുമ്പോൾ അവരൊരു ഗൈഡിനെ കൂടെ നമുക്ക് തരും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അവരുടെ ബസ്സിൽ പോകണം. അവരുടെ ബസ്സിൽ പോവുകയാണെങ്കിൽ 400 രൂപയാണ് ഒരാൾക്ക് ചാർജായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ ഗൈഡ് ഉണ്ടായിരുന്നു. 3 വണ്ടിക്ക് ഒരു ഗൈഡ് എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. ഗൈഡില്ലാതെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് അവർ പറയണതും. ഇവിടെ നമുക്ക് കാണാനുള്ളത് തൂണക്കടവ് ഡാം, പറമ്പിക്കുളം ഡാം, വാലി വ്യൂ പോയിൻ്റ്, ഡാം വ്യൂ പോയിൻ്റ്, കന്നിമരത്തേക്ക് അതൊക്കെയാണ് കേട്ടോ. നമ്മൾ വന്നത് നല്ല ചൂട് സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഗൈഡ് നമ്മളോട് പറഞ്ഞത് മാർച്ച് ഏപ്രിൽ ടൈമിൽ വരണം. നമ്മൾ പോയപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങൾ അധികം അങ്ങോട്ട് വരില്ല എന്നാണ് പറഞ്ഞത്. ഈ ഡാം കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല നട്ടുച്ച വെയിലായതുകൊണ്ട് നമുക്കതിൻ്റെ ഭംഗി അത്ര ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാംബൂ റാഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയായതുകൊണ്ടും നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ടും നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നും ലേറ്റ് ആവും എന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കന്നിമരത്തേക്കാണ് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. വലിയ വണ്ടികളാണെങ്കിൽ മാത്രമേ അവരങ്ങോട്ട് പോവാൻ സമ്മതിക്കുള്ളൂ കേട്ടോ. ചെറിയ വണ്ടികൾ പോയി കഴിഞ്ഞാൽ അവർ അടി തട്ടും എന്നാണ് പറയണത്. ആ വഴി അത്ര നല്ലതല്ല പോണത്. ചളിയുണ്ട്. പിന്നെ റോഡല്ല, മണ്ണിട്ട വഴിയാണ് കേട്ടോ. ഈ തേക്കിന് ഏകദേശം 500 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് തേക്ക് മരമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അവിടുന്ന് മടങ്ങി പോവുകയാണ്. നമ്മൾ മാനിനും കാട്ടുപോത്തിനും പിന്നെ കുരങ്ങിനെയൊക്കെയാണ് അവിടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. ടൈഗറിനെ കാണുമെന്ന് നമ്മൾ അതിയായി മോഹിച്ചിട്ടാണ് പോയത്. പക്ഷെ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നല്ല ടയേർഡായി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.